നമസ്കാരം. വിവിധ ഇനം പെൻഷൻ ഉപഭോക്താക്കൾ 2026 നിർബന്ധമായും ചെയ്തിരിക്കേണ്ട വാർഷിക ബയോമെട്രിക് മസ്റ്ററിങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കൂടാതെ ബയോമെട്രിക് മസ്റ്ററിങ്ങിൻ്റെ സ്റ്റാറ്റസ് ഓൺലൈൻ വഴി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നോക്കാം. വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ കൈപ്പറ്റുന്നവരും 2026 വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ടതാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് എന്നാൽ പെൻഷൻ വാങ്ങുന്ന ആളിൻ്റെ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങൾ നേരിട്ട് സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ച് പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെന്നും കൃത്യമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെന്നും അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ട് എന്നും ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ്. 2026 ജൂലൈ 17 മുതൽ 2026 സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി. ഈ കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുകയില്ല. സമീപത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 30 രൂപയാണ് ഇതിനായി ഈടാക്കുന്ന സർവീസ് ചാർജ്. 2026 ജനുവരി 1 ശേഷം പെൻഷൻ അനുവദിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. ആധാർ കാർഡ് മാത്രമാണ് ഇതിനായുള്ള പ്രധാന രേഖയായി കണക്കാക്കുന്നത്. ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും അങ്ങനെയുള്ളവരുടെ അർഹതാ പരിശോധന നടത്തുകയും അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പുറത്താക്കുകയും ചെയ്യുന്നത് ഈ ഒരു നടപടിയിലൂടെയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവർ എല്ലാം തന്നെ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി ബയോമെട്രിക് മസ്റ്ററിങ്ങിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനു വേണ്ടി ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. തുടർന്ന് വരുന്ന ഈ പേജിൽ പെൻഷൻ തിരച്ചിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ പുതിയതായി ഓപ്പണായി വരുന്ന ഈ വിൻഡോയിൽ പെൻഷൻ ID, ആധാർ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ കാണാം. ഇതിൽ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെയായി പെൻഷൻ വാങ്ങുന്ന ആളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുത്ത് അതിന് താഴെയായി കാണുന്ന ക്യാപ്ച നമ്പർ ഇവിടെ എൻ്റർ ചെയ്തു കൊടുത്ത് തിരയുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓപ്പണായി വരുന്നത് കാണാം. ഇതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക.